ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാർ ഉഷാറായി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പോ ഇരുമ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫിയല്ല അപ്പുക്കുട്ടനാണ്, ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രയും മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് തന്നെ. നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്? താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? അതപ്പോ. എന്നാ ഇതിപ്പോ. നിന്റെ ഓരോ കളികളെ. ബാ നമുക്ക് പോയി പറയാം. താൻ എന്താ കിടക്കുന്ന? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല കൂൽഫിയല്ല ഒരു തേങ്ങയല്ല, അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാനിപ്പോ പോയി പറയും. കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പമ്മി. താൻ പറയോ? പറയ മാത്രല്ല, ആൾമാറാട്ടത്തിന് നിന്നെ കൊണ്ട് കമ്പി ഇട്ടിക്കണം. നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോട ചെക്ക, നീ എന്താ എന്നെ പെരട്ടുക? ഏയ് അങ്ങനൊന്നുമില്ല. താനല്ലേ പറഞ്ഞത് കോണ്ടസ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്ര പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ? ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞത്. എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ എഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായിയമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ എഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണമെന്ന്. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോവും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്. എന്നിട്ടിപ്പോ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതിനൊക്കെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫിയല്ല അപ്പുക്കുട്ടനാണെന്ന്? ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാറാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടാകുന്ന ഇരുമ്പഴി എണ്ണി കളിക്കാം. പോയി പറയടോ, പോയി പറയടോ. എടോ, നമ്മുടെ കോൺഗ്രസ്സാക്കാരിൽ പോയിട്ട് ബിയർ കഴിച്ചില്ലേ? പോയി പറയടോ. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയടോ, പോയി പറയടോ. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോൺഗ്രസ് പ്രിയപ്പെട്ട ഏട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു. കോടതി ഇന്നലെ വേനൽ അവധിക്ക് അടച്ചു. തുറന്നിട്ടേ വിധി വരൂ. അച്ഛന് ഊണും ഉറക്കവുമില്ല. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം. എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം. എല്ലാം കഴിഞ്ഞു. ചന്ദ്രപൂർണ്ണ ആരോഗ്യതയാ. പക്ഷെ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനില്ല. അതാ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക. അത് ഹസ്ബൻഡിന്റെ കടമ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഹയുടെ ഫോൺ ഉണ്ടായിരുന്നു, അവള് വരുന്നു. ആൽഫി അന്വേഷിച്ചു. കുട്ടിയുടെ മോള് നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചുള്ളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ കണ്ടിട്ടില്ല. ഏതാ ഈ പുത്തക്കുരിശ്?
പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. താനൊരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ. ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ കൊണ്ടാലോടക്കാൻ ഓരോന്ന് കേറി വന്നോളും. എടോ, ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെയാ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യും കാലം ഒടിച്ചത്. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരട്ടടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാടോ? എന്താ സയൻസ്? എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ അത് വേണേ പറഞ്ഞു തരാം. വാ. പപ്പയുടെ മിഠായി കുട്ടി വന്നാ എങ്ങനെ മനസ്സിലായി? ഓടി കാന്താരി അവിടുന്ന് വലിയ ഡോക്ടറായി പോലും. വേറെ ആരെങ്കിലും എന്നെ വന്ന് ഇത്ര ധൈര്യമായിട്ട് പിടിക്കുക? പിന്നെ ഒരാളുള്ളത് കിടന്നു പോയില്ലേ? Papa, take it easy. She's going to be fine. പഴയ പോലെ ചന്ദ്ര പപ്പയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രോമിസ്. ഓക്കെ, ഐ ബിലീവ് യു. നീ വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. അച്ഛനെവിടെ പപ്പ? ഈ രവി ചന്ദ്രയുടെ അടുത്ത് തന്നെ ആയപ്പോഴും അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാ. ഊണുമില്ല, ഉറക്കവും ഇല്ല. എന്നേക്കാ കൂടുതൽ വേവലാതിയാ അവന്. ചന്ദ്രയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 minutes. ഒരു ക്വിക്ക് വാഷ് ആൻഡ് ചേഞ്ച്. പപ്പ റെഡി ആകുമ്പോഴേക്കും ഞാനും റെഡി. ഓക്കെ. This is nothing. She's excellent. ഞാനും ഒരു പൊടി ഡോക്ടറല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്ര നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദറിൻലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. അതെങ്ങനെ? ഞങ്ങള് തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ആ ഫോണില്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവർ തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളർ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ. ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ.